ഹലോ ഹായ് എവരി വൺ, എൻ്റെ പേര് സ്വരൂപ് നായർ. ഞാൻ ഫോർച്യൂണർ ബിസിനസ് സൊല്യൂഷൻസിലെ സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവാണ്. ഇന്ന് നമ്മൾ ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള ഷെയർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഡെമോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഷെയർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ച്വലി എല്ലാ ഫ്രീ പ്ലാൻസിനും അവൈലബിൾ ഉള്ളതല്ല. അതായത് നമ്മുടെ ഫ്രീ ജിമെയിൽ, പേഴ്സണൽ ജിമെയിലിനകത്തുള്ളതല്ല. ഓൺലി പെയ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഇമെയിൽസ്, അതായത് ഹയർ എഡിഷൻസിൽ മാത്രം അവൈലബിൾ ആണ്. അത് ഏതൊക്കെ എഡിഷനാണെന്ന് നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡെമോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവ് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ 9 ഡോട്ട് ചൂസ് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് നിന്ന് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് എൻഡിലായിട്ട് പ്രയോറിറ്റി, മൈ ഡ്രൈവ്, ഷെയർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൽ മാത്രമേ ഈ ഷെയർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഷെയർ ഡ്രൈവ് ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ഞാനിപ്പോൾ ഒരു പുതിയൊരു ഷെയർ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ പേര് കൊടുക്കുക ഡെമോ ഷെയർ ഡ്രൈവ് എന്ന് പറഞ്ഞ് ഞാനൊരു പേര് കൊടുക്കുക. ആക്ച്വലി ഈ ഷെയർ ഡ്രൈവ് ഞാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഷെയർ ഡ്രൈവിനുള്ള ഹയർ എഡിഷൻ ആയിരിക്കണം എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മേലെ കാണാൻ പറ്റുന്ന പോലെ ഡെമോ ഷെയർ ഡ്രൈവ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻ്റെ പേര് വരും. അതിനകത്ത് ഒരുപാട് ഇതുണ്ട്. മാനേജ് മെമ്പേഴ്സ്, ഇമെയിൽ മെമ്പേഴ്സ്, ഷെയർ ഡ്രൈവ്, ചേഞ്ച് തീം, റീനെയിം, വ്യൂ, ഡിലീറ്റ് ഡ്രൈവ്, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വ്യൂ മെമ്പേഴ്സ് എടുക്കുന്നു. അതിനുശേഷം നമ്മളിങ്ങനെയാണ് ഇതിനകത്ത് യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നത്. ഒരു ഫോൾഡറിനകത്ത് നമ്മളിപ്പോൾ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പോകാം. ഇപ്പോൾ നമുക്ക് സജഷൻസ് വരും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നവരെല്ലാം എൻ്റെ എക്സ്റ്റേണൽ ഡൊമൈനിലുള്ളതാണ്. swroob.r@fortune.com. ഞാൻ ആ ആളുടെ, നമുക്ക് മൾട്ടിപ്പിൾ പോളിസീസും അതുപോലെ സെറ്റ് ചെയ്യാം. ഈ കാണുന്ന പോലെ വ്യൂവറാണോ, കമൻറ്ററാണോ, കോൺട്രിബ്യൂട്ടറിന് ആഡ് ആൻഡ് എഡിറ്റ് ഫയൽ മാത്രമേ പറ്റത്തുള്ളൂ. കണ്ടന്റ് മാനേജറിന് ആഡ്, എഡിറ്റ്, മൂവ് ആൻഡ് ഡിലീറ്റ് ഫയൽ പറ്റും. മാനേജറിന് പീപ്പിളിനെ മാനേജ് ചെയ്യാനും കൂടെ പറ്റും. ഞാൻ പക്ഷേ ഇവിടെ ആഡ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, fortuner.com എന്ന് പറയുന്നതാണ്. പക്ഷേ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ഡൊമൈനിലാണ്. demo.gws.fortune.com എന്ന് പറയുന്ന ഡെമോ ഡൊമൈനിലാണ്. അപ്പോൾ ഇവിടെ ഒരു വാണിംഗ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷെയർ ഡ്രൈവ് എക്സ്റ്റേണൽ ഒരു ഡൊമൈനുമായിട്ട് ഷെയർ ചെയ്യുക, അതായത് എക്സ്റ്റേണൽ വേറൊരു കമ്പനിയായിട്ട്. നമ്മൾ ഈ കാണിക്കുന്ന പോലെ എൻ്റെ ഇപ്പോഴത്തെ ഡൊമൈൻ demo.gws.fortune.com എന്നാണ്. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് fortuner.com എന്നുള്ളതാണ്. അതാണ് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രീ ജിമെയിലാണ്. യൂസറായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രീ ജിമെയിലാണ്. ഓക്കെ, അത് ഞാൻ കോൺട്രിബ്യൂട്ടറായിട്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരുടെ പെർമിഷനും ഇതിനകത്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ കമൻറ്റർ, മറ്റേ കോൺട്രിബ്യൂട്ടർ ആക്കിയാലോ. അപ്പോൾ ഇത് കമൻറ്ററായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന് മാണി കാണിക്കുന്നുണ്ട്, ഷെയർ ഡ്രൈവ് എക്സ്റ്റേണൽ കമ്പനിയായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന പോലെ സ്വരൂപ് നായർ എന്ന് പറയുന്ന demo.gws.fortune.com ആണ് മാനേജർ, അതായത് ഇത് ക്രിയേറ്റ് ചെയ്ത ആൾ. fortune.com കോൺട്രിബ്യൂട്ടറും ഫ്രീ ജിമെയിൽ കമൻറ്ററുമാണ്. ഡൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് യൂസേഴ്സിന് അതിനകത്ത് പല പോളിസീസ് സെറ്റ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമ്മൾ ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള യൂസറിലേക്ക് ഷെയർ ചെയ്യണ്ട. ഓക്കെ, നമുക്ക് അതിനെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡൊമൈനിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പീപ്പിൾ ഹൂ ആർ ഷെയർ. ഓക്കെ, അങ്ങനെ നമുക്ക് പിന്നെ വ്യൂവേഴ്സ് ആൻഡ് കമൻറ്റേഴ്സ് ക്യാൻ ഡൗൺലോഡ് ആൻഡ് പ്രിൻറ്റ്, ആ ഒരു ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് പോളിസീസും ഡിഫറെൻറ്റ് സെറ്റിങ്സും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തുള്ള 2-3, അതായത് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഡ്രൈവ്സ്, അതായത് ഈ ഷെയർ ഡ്രൈവ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ swroob.fortune.com ബേസ് പ്ലാനിലാണുള്ളത്, സ്റ്റാർട്ടർ പ്ലാനിലാണുള്ളത്. ഇതിൽ ഷെയർ ഡ്രൈവ് അവൈലബിൾ അല്ല. എന്നാൽ പക്ഷേ ഞാൻ ഇതിൽ ഈ പുള്ളിക്കും കൂടെ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തു. എൻ്റെ ഒരു കസ്റ്റമർ ആണെന്ന് സപ്പോസ് ചെയ്യുക, ഈ fortune.com. അവർക്ക് ഇത് വരും. ആക്ച്വലി ഈ പ്ലാനകത്ത് ഇല്ലാത്തതാണ്, പക്ഷേ
ഞാനിത് ഒരു ഇതുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഷെയർ ഡ്രൈവ് ഓപ്ഷൻ അവിടെ കാണിക്കുക ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുള്ള ഡൊമെയിൻ അവിടെ വിസിബിളാണ്. ഡെമോ ഷെയർ ഡ്രൈവ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിസിബിളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളി ഇപ്പോൾ കോൺട്രിബ്യൂട്ടർ ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് ഫയൽ ആഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഫയൽ ഡ്രോപ്പ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു ഫയൽ ഞാൻ ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവാൻ. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു പിക്ചർ ഫയൽ ഞാൻ അതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ, നമ്മൾ സെറ്റ് ചെയ്ത പോളിസി ഇവിടെ എനേബിൾ ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ വ്യൂ മെമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ swroop.art.fortune.com എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ടറാണ്. അതായത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനേ മാത്രമേ പറ്റത്തുള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്യാൻ പോയാൽ അപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ? മൂവ് ടു ബിൻ ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ആ ഒരു പോളിസി നമുക്ക് എനേബിൾ ആണ്. അതുപോലെ ഇപ്പോൾ വ്യൂവറോ കമൻറ്ററോ ആണെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന ഇത് വ്യൂവർ കമൻറ്റർ ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ഡൊമെയിൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, വ്യൂ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ സെറ്റിങ്സിൽ നമ്മൾ ആ ഒരു ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന അതാണ് വ്യൂവർ കമൻറ്റർ ആണോ അത് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും ഓപ്ഷൻ ഇല്ല. നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, ജസ്റ്റ് കാണുക എന്നുള്ളത്. ഈ ഡൗൺലോഡ് ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് മറ്റേ നമ്മളൊരു സെറ്റിങ്സ് അവിടെ എടുത്തില്ലായിരുന്നു പ്രീവിയസ്ലി, സ്ക്രീനിൽ കാണിക്കാം. ആ സെറ്റിങ്സ് ബട്ടൺ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവറിന് കമൻറ്ററിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഡൊമെയിൻ. ഇനി ഞാൻ ഇതിനകത്ത് മറ്റേ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന swroop.art.fortune.com ഞാൻ ചേഞ്ച് ചെയ്യാം. ഞാൻ കോൺട്രിബ്യൂട്ടർ മാറ്റി കണ്ടന്റ് മാനേജർ ആക്കാം. കണ്ടന്റ് മാനേജർ ആക്കി ഞാൻ പെർമിഷൻ സെറ്റ് ചെയ്യാം. ഇത് ഞാൻ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഡെമോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്താണ് ഞാൻ. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണം. നമുക്ക് ആ ഒരു പോളിസി അപ്ഡേറ്റ് ആവാൻ വേണ്ടി നമ്മളൊന്ന് റീഫ്രഷ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റീഫ്രഷ് കൊടുത്തതിന് ശേഷം മാത്രമേ പോളിസി ഒന്ന് അപ്ഡേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വ്യൂ മെമ്പേഴ്സിൽ എടുക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ കണ്ടന്റ് മാനേജറായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടന്റ് മാനേജർ ആണെങ്കിൽ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. മെയിൻ മാനേജർ ആണെങ്കിൽ നമുക്ക് പീപ്പിൾസിനെ മാനേജ് ചെയ്യാൻ ഓപ്ഷൻ. ഇപ്പോൾ വേറൊരു പീപ്പിളിനും കൂടെ വേറൊരു ഡൊമൈനെ വേറൊരു മെയിൽ ഐ ഡി കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഇപ്പോൾ മൂവ് ടു ബിൻ എനേബിൾഡ് ആണ്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഗൂഗിൾ വർക്ക്സ്പേസ് ഷെയർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ആക്ച്വലി ഷെയർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏതിലൊക്കെയാണ് ഷെയർ ഡ്രൈവ് അവൈലബിൾ ആയിട്ട്. നമ്മൾ കണ്ടോ, ഇത് എൻ്റെ കയ്യിലുള്ള ഇത് സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിലൊരു ബിസിനസ് പ്ലസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഷെയർ ഡ്രൈവ് അവൈലബിൾ ആയിട്ടുള്ളത് ബിസിനസ് സ്റ്റാൻഡേർഡിലും അതുപോലെ ബിസിനസ് പ്ലസിലും അതുപോലെ എൻ്റർപ്രൈസ് സൈസിലും മാത്രമാണ്. ഓക്കെ, ഇതാണ് ഗൂഗിൾ വർക്ക്സ്പേസിനകത്തുള്ള ഷെയർ ഡ്രൈവ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ഫീച്ചർ. ഇത് അധികം ആർക്കും അറിയാത്തൊരു ഫീച്ചർ ആയതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഗൂഗിൾ വർക്ക്സ്പേസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോർച്യൂണർ ബിസിനസ് സൊല്യൂഷൻസിനെ കണക്ട് ചെയ്യാം. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഞാൻ വീഡിയോയിലും
നമ്മുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. ജസ്റ്റ് കണക്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.